സ്വന്തം കപ്പൽ മുക്കിയ കപ്പിത്താൻ എന്നായിരിക്കും പിണറായി വിജയൻ കേരള ചരിത്രത്തിൽ ഇനിയും അറിയപ്പെടുക. സാധാരണ ഒരു കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ കപ്പിത്താന്മാർ ചെയ്യുന്നത് ലഭ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കപ്പലിലുള്ള എല്ലാവരെയും രക്ഷിച്ചതിന് ശേഷം മാത്രം ആ അപകടം പിടിച്ച കപ്പലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി എന്ന കപ്പൽ നടുക്കടലിൽ മുക്കിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചത് മറ്റൊരു ബഹുമതിയാണ്. ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിൻ്റെ കാര്യത്തിലൊരു വിപ്ലവം നേടി എന്ന ഒരു ഖ്യാതിയോടെ കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായി മാറാം, അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാമെന്നൊക്കെ കരുതിയതാണ്. അന്ന് പല കാരണങ്ങളാൽ അത് നടന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഗവൺമെൻറ് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ സ്വന്തം കപ്പലിനെ മുക്കിയ കപ്പിത്താൻ. അങ്ങനെയാണ് ഇനി അദ്ദേഹത്തെ ഭാവി കേരളം വിളിക്കാൻ പോകുന്നത്. ഒരു കപ്പലിന് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റിവാർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ 3-4 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഉള്ളത്. അതിനൊക്കെ ഓരോ തലവന്മാരുണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കപ്പലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. താഴെത്തട്ടിൻ്റെ ഉദ്യോഗസ്ഥന്മാരും നേതാക്കളും അണികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ ഈ കപ്പൽ നടത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത്, ഈ കപ്പലിൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ അറിയാവുന്ന ഏക വ്യക്തി നമ്മുടെ കപ്പിത്താൻ മാത്രമാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാത്രമായിരുന്നു. കപ്പലിലെ ക്യാപ്റ്റന് താഴെ ചീഫ് മെയ്റ്റ്, ഫസ്റ്റ് മെയ്റ്റ്, സെക്കൻഡ് മെയ്റ്റ്, തേർഡ് മെയ്റ്റ് എന്നൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ ഒന്നും ഈ കപ്പൽ നടത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഓടിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ കണക്കിലെടുത്തിട്ടേ ഇല്ല അവരുടെ ഒന്നും അഭിപ്രായങ്ങൾ. ഒരു ചീഫ് മെയ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിടുക്കവും തിരക്കും എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഈ കപ്പൽ വഴിതെറ്റിയാണ് പോകുന്നതെന്നും അതിനെ വേണ്ട വിധത്തിലല്ല ക്യാപ്റ്റൻ നിയന്ത്രിക്കുന്നതെന്നും മനസ്സിലായിട്ടും പറയാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വേറെയാണ്. ഭാര്യ ഒരു പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അത് ക്യാപ്റ്റൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ക്യാപ്റ്റനെയോ കപ്പിത്താനെയോ വിമർശിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? മറ്റേ ഫസ്റ്റ് മേറ്റ്, സെക്കൻഡ് മേറ്റ്, തേർഡ് മേറ്റ് അവരെയൊന്നും ക്യാപ്റ്റൻ ഗൗനിച്ചേ ഇല്ല. അവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ല. കപ്പലിൻ്റെ മുകളിൽ പാറിപ്പറന്നിരുന്ന പതാകയിൽ ക്യാപ്റ്റൻ്റെ മുഖമാണ് ഉണ്ടായിരുന്നത്. അതും പറഞ്ഞ് കപ്പലിൻ്റെ വശങ്ങളിൽ ക്യാപ്റ്റൻ്റെ വലിയ ചിത്രങ്ങളുള്ള ഹോർഡിങ്ങുകൾ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു. ഈ കപ്പലിൻ്റെ പ്രയാണം തുടരുമ്പോൾ തൊട്ടടുത്തുകൂടി മറ്റു ചില കപ്പലുകളൊക്കെ വന്നു. അവരെയൊക്കെ ശത്രുക്കളെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ട് പേടിച്ചിട്ട് ഈ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു, ഈ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ചില ഗൺമാന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഈ അടിമക്കണ്ണുകളോട് പറഞ്ഞു ആ കപ്പലിന് നേരെ വെടിവെക്കാൻ. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഒരു രക്ഷാപ്രവർത്തനം ആണെന്ന്. കപ്പലിൻ്റെ ഖജനാവ് കാര്യമായിരുന്നു. കാരണം കച്ചവടം മോശമായിരുന്നു. പറഞ്ഞാലും എന്താണ് ഈ കപ്പൽ യാത്രയുടെ ഉദ്ദേശം എന്ന് ഒരു ആർക്കും അറിയാമായിരുന്നില്ല. എങ്കിൽ പോലും, പണമില്ലെങ്കിൽ പോലും കപ്പലിൻ്റെ ബാങ്ക്വറ്റ് ഹാളിൽ എല്ലാ ദിവസവും വലിയ ആഘോഷങ്ങളായിരുന്നു, ആഡംബര സൽക്കാരങ്ങളായിരുന്നു, ചിലപ്പോൾ സദ്യയായിരുന്നു. നവകേരള യാത്ര, കേരള നവോത്ഥാന യാത്ര, ലോക കേരള സമ്മേളനം, പിന്നെ ഏറ്റവും അവസാനം ആഗോള അയ്യപ്പ സംഗമം മുതലായ വലിയ ആഡംബര സൽക്കാരങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഈ ക്യാപ്റ്റനെക്കുറിച്ച്, ക്യാപ്റ്റൻ്റെ നേതൃപാടവത്തെക്കുറിച്ച്, ക്യാപ്റ്റൻ ഈ കപ്പലിൽ വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് ടെലിവിഷനുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പരസ്യങ്ങൾ നൽകി. കപ്പലിൻ്റെ ഏജൻസികളായ PRD, കിബി അവരൊക്കെയാണ് ഇതിന് പണം മുടക്കിയത്. കിബി തന്നെ 130 കോടി രൂപയുടെ പരസ്യമാണ് കൊടുത്തത്. PRD ആണ് 115 കോടിയുടെ പരസ്യങ്ങൾ. വലിയ PR വർക്കായിരുന്നു നമ്മുടെ ഈ കപ്പിത്താന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ചില അടിമകൾ
ഈ കപ്പൽ ആടി ഉലയുകയില്ല, ഇതിലൊരു കപ്പിത്താനുണ്ട് സാർ എന്നൊക്കെ അങ്ങാടിയിൽ വീരസ്യം പറഞ്ഞു നടന്നു. വളരെ പ്രശസ്തരായ ജനസ്വാധീനമുള്ള ചില സിനിമാ നടന്മാരെ, ചലച്ചിത്ര നടന്മാരെ കപ്പലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്ന് കപ്പിത്താനും അദ്ദേഹം കൂടിയുള്ള ചിത്രങ്ങൾ എടുക്കുകയും ഈ ചലച്ചിത്ര താരം നമ്മുടെ കപ്പിത്താനെ ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ നാടായ നാടുകൾ മുഴുവൻ എല്ലാ ചാനലുകളിലും സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി ജനങ്ങളെ കാണിച്ചു കൊടുത്തു. ഈ സിനിമാ നടൻ കപ്പിത്താൻ്റെ പട്ടിയെ ഓമനിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും അത് കണ്ട് ആശ്വസിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ബഹളമായിരുന്നു കേട്ടോ. കപ്പിത്താനെ ഇൻ്റർവ്യൂ ചെയ്യാത്തവരില്ല ഈ ഭൂമിയിൽ എന്നായിരുന്നു ഒരു അവസ്ഥ. രാത്രിയിൽ ഈ ഹോർഡിങ്ങുകളിലും പരസ്യങ്ങളിലും കണ്ട കപ്പിത്താൻ്റെ ചിത്രം ഓർത്ത് കുട്ടികളെ ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ട് കരഞ്ഞു. ഈ പരസ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രതിച്ഛായ നിർമ്മാണം കൊണ്ടോ കപ്പലിനെ രക്ഷിക്കാൻ കപ്പിത്താനായില്ല. കാരണം ഈ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ചീഫ് മെയ്റ്റ് അടക്കമുള്ളവർ ക്യാപ്റ്റനെതിരായിട്ട് ഒരു വാക്കുപോലും ശബ്ദിക്കാൻ ധൈര്യപ്പെടാതെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചും പഞ്ചപുച്ഛമടക്കി നിന്നെങ്കിലും അതിന് താഴെയുള്ള ചില ഓഫീസർമാർ കലാപക്കൊടി ഉയർത്തി. അവർ ക്യാപ്റ്റനെതിരെ സംസാരിച്ചു. അത്തരത്തിലൊരാളെ തഴഞ്ഞുകൊണ്ട് ഈ ചീഫ് മെയ്റ്റിൻ്റെ ഭാര്യയെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ഇടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം പേര് ചേർന്നു. അങ്ങനെ ഈ ചീഫ് മെയ്റ്റിൻ്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന പദവി ദുരുപയോഗപ്പെടുത്തി സ്വന്തം ഭാര്യയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുക, അതിനോട് ധാരാളം പേർക്ക് എതിർപ്പുണ്ടായി. മറ്റൊരു ഓഫീസർ, അദ്ദേഹം ഈ താഴെ തട്ടിലുള്ളതാണ്, ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് തലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇടയാൻ കാരണം എന്താ? ഈ കപ്പലിലും മറ്റൊരു കപ്പലുമായിട്ട് ചില സംഘർഷം ഉണ്ടായപ്പോൾ അതിനിടയിൽ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ ഈ രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പിരിവ് നടത്തി. രക്തസാക്ഷി ഫണ്ട് അത് ഈ നേതാക്കന്മാർ മോഷ്ടിച്ചു കളഞ്ഞു. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചു. അപ്പോൾ അതിനെതിരായിട്ടൊരു ഓഫീസർ കലാപം ഉയർത്തി. മറ്റൊരു വളരെ ആദരണീയനായ നേതാവ് ആലപ്പുഴ ജില്ലയിലുള്ളതാണ്, എല്ലാവർക്കും സ്വീകാര്യനാ. അദ്ദേഹത്തെ ചില ചെറുകിട നേതാക്കൾ, ചെറിയ ഉദ്യോഗസ്ഥന്മാർ ഈ ക്യാപ്റ്റനെ ഇഷ്ടമുള്ളവരാ, ക്യാപ്റ്റൻ്റെ വാത്സല്യക്കാരാ. അവർ ഇദ്ദേഹത്തെ നിരന്തരം എന്നോണം അവമാനിച്ചുകൊണ്ടിരുന്നു. 10, 20, 21 തവണ അദ്ദേഹം ശിക്ഷാ നടപടികൾക്ക് വിധേയനായി. അദ്ദേഹവും അടഞ്ഞു. അങ്ങനെ കപ്പലിനുള്ളിൽ തന്നെ വലിയ കലാപമുണ്ടായി. പക്ഷേ ഇതൊക്കെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എല്ലാം ഇങ്ങനെ ഈ ക്യാപ്റ്റനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ പരസ്പര ചർച്ചയില്ലാത്ത ഒരു അവസ്ഥ. സാധാരണഗതിയിൽ ഏതൊരു കമ്പനിയിലാണെങ്കിലും അതിന് കപ്പലിലാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചിരുന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക പതിവാണ്. പക്ഷേ അതിന് ഇവിടെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ജില്ലാ കമ്മിറ്റികളിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഈ കപ്പലിൻ്റെ വഴിപിഴച്ച പോക്കിനെക്കുറിച്ച്, കപ്പിത്താൻ്റെ ഏകാധിപത്യ പ്രവണതകളെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറായില്ല. അതിന് അനുവാദമുണ്ടായിരുന്നില്ല. ധിക്കാരവും ധാർഷ്ട്യവും അഹന്തയും ധൂർത്തും അത് ഈ കപ്പിത്താൻ്റെ മുഖമുദ്രയായിരുന്നത് ഈ കപ്പലിൻ്റെ മുഖമുദ്രയായിട്ട് ജനങ്ങൾ കണ്ടു. ഈ മുന്നണി അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മുന്നണി നയിക്കുന്ന സർക്കാർ അങ്ങനത്തെ ഒരു സർക്കാരാണ്. അങ്ങനെ തന്നെയാണ് അവർ കരുതിയത്. ഈ പെൻഷനൊക്കെ കൂട്ടിക്കൊടുത്ത്, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഈ ജനങ്ങളെ വശത്താക്കാമെന്നാണ് വിചാരിച്ചത് ഈ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ ഓഫീസർമാർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലുള്ള ഒരു ഓഫീസർ എന്താ പറഞ്ഞത്? യവന്മാരൊക്കെ കൊടുത്ത പെൻഷനൊക്കെ തിന്നിട്ട് എതിരായിട്ട് വോട്ട് ചെയ്തെന്ന്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയല്ലേ. പാർട്ടി അല്ലെങ്കിൽ ഈ സംവിധാനത്തെ, ഈ ഇടതുപക്ഷ സംവിധാനത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണെന്ന് ബുദ്ധിയുള്ളവരെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ കേഡർമാർ അത് മനസ്സിലാക്കി. ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് പാർട്ടിയും മുന്നണിയും അകന്നു പോകുന്നു. സർക്കാർ അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. സർക്കാരിൻ്റെയും സർക്കാരിനെ നയിക്കുന്ന ക്യാപ്റ്റൻ്റെയും ധിക്കാരവും ധാർഷ്ട്യവും കണ്ടപ്പോൾ ഈ കപ്പൽ സ്വന്തം തറവാട് സ്വത്താണെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ മേൽപ്പറഞ്ഞ ഈ ധാർഷ്ട്യവും ധിക്കാരവും അഹന്തയും അതുപോലെ ധൂർത്തുമൊക്കെ ഉണ്ടായത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു, ഈ കപ്പലിൻ്റെ നിയന്ത്രണം ഇഞ്ഞ് തിരിച്ചു പിടിക്കുക. ഇത് ഞങ്ങൾ നടത്തിക്കോളാം, ഇനി നടത്താൻ ആരുണ്ട് എന്നൊന്നും ആരും ചോദിക്കണ്ട. നടത്താൻ വേറെ മിടുക്കന്മാരുണ്ട്, അവർ ഈ സംസ്ഥാനം അങ്ങ് നടത്തിക്കോളും. അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സംഭവിച്ചെന്താ? നടുക്കടലിൽ
ഈ കപ്പലങ്ങ് തകർന്നു വീണു, തകർന്ന് തരിപ്പണമായി. അതുമാത്രമല്ല, സ്വന്തം പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയല്ല ഈ കപ്പിത്താൻ തകർത്ത് കളഞ്ഞത്. നിരവധി സഖ്യകക്ഷികൾ കൂടെ തുണക്കപ്പലുകളായിട്ട് കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പോൾ കൂട്ടത്തിൽ 3 കപ്പലുകളേ ഉള്ളൂ. ഒന്ന് CPM, പിന്നെ CPI. CPIക്ക് പോലും വലിയ നഷ്ടമുണ്ടായി. 17 അംഗങ്ങളുള്ളത് 8 ചുരുങ്ങി. കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി, ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ പാർട്ടിയുടെ എല്ലാമായിരുന്ന KM മാണി കള്ളനാണ്, കൊള്ളക്കാരനാണ്. അതുപോലെ തന്നെ കോഴമാണിയാണ്, ബജറ്റ് വിറ്റവനാണ്, വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട്, ആ യന്ത്രം ഉപയോഗിച്ചാണ് കോഴപ്പണം എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ നിർത്തി ആക്ഷേപിച്ച CPMൻ്റെ കൂടെ പിന്നീട് പോയ കേരള കോൺഗ്രസ് എം എന്നതിൻ്റെ അഡ്രസ്സില്ല. ഒറ്റ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. 12 പേര് മത്സരിച്ചതാണ്. പേരിനെങ്കിലും ഒരാളില്ല. കേരള കോൺഗ്രസ് അങ്ങനെ അങ്ങ് തീർന്നു പോയി. UDFൽ എടുക്കാമെന്ന് പറഞ്ഞതാ, വാതിലും തുറന്നിട്ട് കാത്തിരുന്നതാ. അപ്പോൾ ഈ പാർട്ടിയെ നയിക്കുന്ന ചെക്കന്മാർക്ക് അവർക്ക് രാഷ്ട്രീയം അറിയില്ലല്ലോ. എങ്ങനെയാണ് KM ജോർജും KM മാണിയും ബാലകൃഷ്ണ പിള്ളയൊക്കെ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് അവർക്കറിയില്ലല്ലോ. പൊട്ടൻ തീരുമാനങ്ങളാണ് ഉണ്ടായത്. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികളുണ്ടായിരുന്നു. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി കേരള കോൺഗ്രസ് LDFൽ തുടരാൻ തീരുമാനിച്ചു. ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അവസാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇല്ല കേരള കോൺഗ്രസ്. മനസ്സിലായില്ലേ? അതുപോലെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, കേരള കോൺഗ്രസ് B, NCP, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സീറ്റ് പോലും കൊടുത്തില്ല. എല്ലാം വാനിഷ്ടായിപ്പോയി, മാഞ്ഞുപോയി ഈ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്. അവസാനം അവശേഷിച്ചത് CPMഉം CPIയും കഴിഞ്ഞ തവണ ഒരു അര ടേം പോലും മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തിയ RJDയും മാത്രം. നേരത്തെയും CPM തകർച്ചയെ നേരിട്ടിട്ടുണ്ട്. 1977 111 സീറ്റ് UDF നേടിയ ഒരു സമയമുണ്ടായിരുന്നു. അന്നും തകർച്ചയുണ്ടായി. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളിലായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായിട്ടും പാർട്ടി ഇതുപോലെ തകർന്നു പോയില്ല. ഇപ്പോഴെങ്ങനെയാണ് ഈ തകർച്ച? ഒരു വ്യക്തി കൊണ്ട്, എല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചതുകൊണ്ട്. അങ്ങനെ ഈ പാർട്ടിയും മുന്നണിയും ഏതാണ്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുക. ഇതൊരു പക്ഷേ ചരിത്രത്തിലാദ്യമാണ്, കേരള ചരിത്രത്തിലാദ്യമാണ് ഒരു വ്യക്തിയെ കൊണ്ട് ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി, ആ സംവിധാനം ഒട്ടാകെ തകരുന്ന ഒരു കാഴ്ച. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി കപ്പൽ അടിമുടി പുതുക്കിപ്പെടുന്നേ പറ്റും. അത് തകർന്ന് തരിപ്പണമായി കിടക്കുക, നടുക്കടലിലേക്ക് കിടക്കുക. വല്ല ടഗ് കൊണ്ടോ മറ്റോ വലിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ട് അതിന് റിപ്പയർ ചെയ്യണം. അതിനെ ഇനി ആര് നയിക്കും? കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ച പോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇടതുപക്ഷവും CPMഉം കേരളത്തിൽ ഇല്ലാതെയാവാൻ പാടില്ല. BJP പോലുള്ള ശക്തിയുടെ വളർച്ച തടയാൻ LDF വേണം, അതുപോലെ CPM വേണം. അതിങ്ങനെ ചില ഏകാധിപത്യ പ്രവണതക്കാരായ കപ്പിത്താന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല. ഇനി ചർച്ചകൾ നടക്കും. ആ പാർട്ടിയിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമോ? അതോ ഇനിയും കപ്പിത്താനെ പേടിയാണോ? എല്ലാം പൊളിഞ്ഞ് പാളിഷായിട്ടും കപ്പിത്താനെ പേടിച്ച് നിൽക്കാനാണോ ഈ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് ഇനിയും കപ്പിത്താൻ പറഞ്ഞാൽ പറയും, യാതൊരു സംശയവുമില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ല സഖാവേ, ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരവും അങ്ങുമാണ് എന്ന് പറയാൻ, താങ്കളുമാണ് എന്ന് പറയാൻ പാർട്ടി നേതാക്കൾക്ക് മുട്ടിടിക്കുമോ? കേരളം കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്.